ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചിരിക്കാം. തുടർന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്പിലും സെക്യൂരിറ്റിയും വെച്ച് ലോഗിൻ ചെയ്യുക. അത് തുടർന്നുള്ള വിൻഡോയിൽ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് പ്രസ് ചെയ്ത് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത് വെറും ട്രയൽ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളാരും അതിലേക്ക് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് മുന്നോട്ട് പോകേണ്ടതില്ല. നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്നതിൻ്റെ ഒരു ചെറിയ ധാരണ മാത്രം. ഓക്കെ, ട്രയൽ കിട്ടിയ കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടാൻ സാധ്യത ആണ് 90%. ചിലർക്ക് മാറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് 22-ാം തീയതി വരെയാണ്. അത് 5 മണിക്കുള്ളിൽ തന്നെ എഡിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും നമ്മുടെ ഇമെയിലിൻ്റെയും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അതൊന്ന് വാലിഡായി തന്നെ ആണ് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾക്ക് എന്ത് എഡിറ്റിംഗ് വരുത്തിയാലും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ PDF എടുത്ത് വെച്ചാലും മതിയാവും. ഓക്കെ, പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അക്കാദമിക്ക് കൊടുത്തത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. നിലവിൽ ഇതൊരു ലാസ്റ്റ് അവസരമാണ് എഡിറ്റിങ്ങിൻ്റെ. അപ്പോൾ എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിരുത്തുക, അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താകാൻ കൂടി സാധ്യതയുണ്ട്. പ്രിൻ്റ് ഔട്ട് ഇല്ലെങ്കിൽ പോലും അങ്ങനെയാണ് നിലവിലൊരു സംഭവം. അപ്പോൾ നിങ്ങളൊന്ന് പ്രിൻ്റ് ഔട്ട് ഇല്ലെങ്കിലും PDF ആയി തന്നെ സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്ന NSS, NCC, പിന്നെ വെയിറ്റേജ് ഉള്ള നോൺ ക്രീമിനൽ EW സർട്ടിഫിക്കറ്റൊക്കെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എന്നുമായി ബന്ധപ്പെട്ട വ്യക്തിഗതമായ അറിവുകൾ സർവകലാശാല നൽകില്ല. നമ്മുടെ ചാനലൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അപ്ഡേറ്റ് നോക്കുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്ന സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ.